നമ്മുടെ ശരീരം തന്നെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. സോറിയാസിസിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പലതരത്തിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടൊരു ഡയഗ്നോസ് ചെയ്യാൻ ഡോക്ടർമാർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. വേണമെങ്കിൽ സോറിയാസിസ് ആവാം, അല്ലെങ്കിൽ സാധാ ഒരു ത്വക്ക് രോഗം ആവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ഡിഫറൻസിയേഷൻ നമുക്ക് പലപ്പോഴും ഡോക്ടർമാർ പോലും ബയോപ്സിയിലൂടെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കാറുള്ളൂ. എന്നാലും ഇതിൻ്റെ പൊതുവെയുള്ളൊരു സ്വഭാവം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. പൊതുവെ തലയിൽ ചതമ്പലുകൾ പോലെയൊക്കെ വരുന്നുണ്ട്, അത് വട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം അതൊരു സോറിയാസിസ് ആണ്. അത് താരനുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചതമ്പലുകൾ നമ്മൾ നീക്കി കഴിയുമ്പോൾ അത് അവിടെ നിന്നും ഒരു ചെറിയ ബ്ലഡ് പൊടിഞ്ഞ് വരിക, അത്തരത്തിലൊക്കെ കാണുകയാണെങ്കിൽ അതൊരു സോറിയാസിസിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. ഈ താരൻ്റെ അവസ്ഥയെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് സോറിയാസിസ് ആയിട്ട് മാറാനും സാധ്യത, അമിതമായിട്ടുള്ള താരനുള്ളവരുണ്ട്. അപ്പോൾ അതും ഒരു സോറിയാസിൻ്റെ പ്രീരൂപം അല്ലെങ്കിൽ പൂർവ്വരൂപം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. താരൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പോവുകയാണെങ്കിൽ ഇതൊരു പ്രത്യേക ഒരു വട്ടത്തിൽ ഒരു ഏരിയയിൽ നിന്ന് മാത്രം പോകുമ്പോൾ അത് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്കെയിലിംഗ് എന്ന് പറയും. സ്കെയിലിംഗ് അതായത് ചെതമ്പലുകൾ പോലെ പൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായിട്ട് സോറിയാസിസിൻ്റെ ഒരു കോമൺ സ്വഭാവം എന്നും. അത് ഈ സ്കെയിലിംഗ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ വരുന്നോ അതെല്ലാം നമുക്ക് അവസാനം ഒരു സ്പ്രെഡിങ് ഒക്കെ വരികയാണെങ്കിൽ ഒരു സോറിയാസിസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ എല്ലായിടത്തും സ്കെയിലിംഗ് തന്നെ കാണണമെന്നില്ല. പല വ്യക്തികളിലും ചിലപ്പോൾ വളരെ കട്ടിപിടിച്ച് കറുത്ത രീതിയിൽ വരുന്നത്, കുറേ പേരെയും കണ്ടിട്ടുള്ളത് നഖം മാത്രം പഴുത്തു പോകുന്ന അവസ്ഥ, അതൊക്കെ സോറിയാസിസിൽ പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒരിക്കലൊരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗമ്മൊക്കെ പോലെയുള്ള സാധനങ്ങൾ നഖത്തിൻ്റെ ഇടയിലേക്ക് പോയി, അതിനുശേഷം എല്ലാ നഖവും പഴുത്തു പോയി, അവസാനം അത് സോറിയാസിസിലേക്ക് എത്തി. അതൊരു കെമിക്കൽ എക്സ്പോഷർ കൊണ്ട് അത് സോറിയാസിസിലേക്ക് എത്തിയതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ പഴുപ്പ് വരുന്ന, അത് ചീഞ്ഞ് ഭയങ്കരമായ ദുർഗന്ധം വരുന്ന തരം സോറിയാസിസുകളുണ്ട്. അങ്ങനെ സോറിയാസിസിന് അനേകം ഭേദങ്ങളുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വട്ടത്തിൽ ഒരു സ്കെയിലിംഗ് ഒക്കെ കാണുകയാണെങ്കിലൊക്കെ നമുക്കതിനെ സോറിയാസിസ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ അമിതമായി ടെൻഷൻ അടിക്കുന്നതിനനുസരിച്ച് സ്കെയിലിംഗ് കൂടുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഏതാണ്ടൊക്കെ നമുക്ക് ഉറപ്പിക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് സോറിയാസിസ് മാറില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സോറിയാസിസ് എന്ന് പറയുന്ന രോഗം വളരെ പേടിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഇതിന് പറയാനുള്ളത്. വളരെ പ്രോപ്പർ ചികിത്സ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് പെർമനൻറ്റ് ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം സംഭവിക്കുന്നതാണ്. നമുക്കറിയാം കുറേ പേർക്കെങ്കിലും സോറിയാസിസ് രോഗത്തിൻ്റെ വർധനവ് ആരംഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് വർദ്ധിക്കുക. ഇതിന് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സോറിയാസിസ് വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ആയുർവേദത്തിന് വളരെ വ്യക്തമായിട്ട് ഒരു മറുപടി നൽകാനുണ്ട്. സാധാരണഗതിയിൽ ആയുർവേദത്തിൽ പറയും 6 ഋതുക്കളാണ് പ്രകൃതിയിലുള്ളത്. അതിൽ ശരത് ഋതു എന്ന് പറയുന്ന സമയമാണ് ഒക്ടോബർ നവംബർ എന്ന് പറയുന്ന ഒരു മാസം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് സോറിയാസിസ് അതായത് പൈത്തികമായ രോഗം എന്ന് പറയും, അല്ലെങ്കിൽ അസിഡിറ്റി മൂലമുള്ള രോഗങ്ങളെല്ലാം വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ നവംബർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൈത്തികമായിട്ടുള്ള സോറിയാസിസ് അല്ലെങ്കിൽ അസിഡിറ്റി മൂലമുണ്ടാകുന്ന സോറിയാസിസുകളെല്ലാം വർദ്ധിക്കുക നവംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ഡ്രൈനസ്, അത് ജൂണിൽ പെയ്യുന്ന മഴയിൽ ഒരു പ്രത്യേക കെമിക്കൽ ചേഞ്ച് ഭൂമിയിൽ സംഭവിക്കുകയും ഭൂമിയിലെ നമ്മൾ കുടിക്കുന്ന വെള്ളവും പച്ചക്കറികളും എല്ലാം ഒരു അമ്ലരസത്തിലേക്ക്, പുളിപ്പിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുളിപ്പുള്ള ആഹാരങ്ങൾ,
കുറച്ച് അമ്ലത്വം കൂടിയ വെള്ളം കുടിക്കുന്നത് മൂലം ശരീരത്തിൽ വരുന്ന ഒരു കെമിക്കൽ ചേഞ്ച്. ജൂൺ ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന, അതായത് മെയ് മാസത്തിൽ ഉണ്ടാകുന്ന വരണ്ടിരിക്കുന്ന ഭൂമിയിൽ ജൂൺ മാസത്തിൽ പെയ്യുന്ന മഴയിൽ കുറേ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് ഭൂമിയിലെ വെള്ളത്തിലും മറ്റ് പച്ചക്കറികളിലും. അപ്പോൾ ജൂൺ ജൂലൈയിൽ പെയ്യുന്ന മഴയ്ക്ക് ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മളത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക തരത്തിൽ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. അതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വർദ്ധിക്കുന്ന സോറിയാസിസിൻ്റെ ഒരു കാരണം. അതൊരു പ്രത്യേക ഒരു തരം സോറിയാസിസ് മാത്രമാണ് ആ സമയങ്ങളിൽ വർദ്ധിക്കുന്നത്. അത് പ്രധാനമായിട്ടും ശരീരത്തിൽ അമിതമായിട്ടുള്ള ചൂടുള്ളവർ, ഇപ്പോൾ നമ്മൾ മനുഷ്യ ശരീരം തന്നെ പഠിക്കുകയാണെങ്കിൽ ചിലർ പറയും വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ചൂടാണ്, ചിലർക്ക് തണുപ്പാണ്. ഒരേ ക്ലൈമറ്റിൽ തന്നെ ഒരാളുടെ ബോഡി അമിതമായിട്ടുള്ള ചൂടും ഒരാളുടെ ബോഡി അമിതമായിട്ടുള്ള തണുപ്പും തോന്നുന്നവരുണ്ട്. ചിലർ പറയും എ സിയിൽ ഇരുന്നാൽ പോലും വിയർക്കുന്ന വ്യക്തികളുണ്ട്. അത് പലപ്പോഴും അസിഡിറ്റി ഉള്ള ബോഡി ഉള്ളവരിലാണ് ഈ അമിതമായിട്ടുള്ള വിയർപ്പുണ്ടാകുന്നത്. ഇത്തരത്തിൽ അമിതമായിട്ടുള്ള വിയർപ്പുള്ളവർക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സോറിയാസിസ് വർദ്ധിക്കും. അത് എല്ലാ വർഷവും ഉണ്ടാവും. അത് 2-3 മാസം കൊണ്ട് കുറയും. ഏപ്രിൽ മെയ് ഒക്കെ മാസം ആകുമ്പോഴേക്കും തനിയെ ഓട്ടോമാറ്റിക്കലി കുറയും. വീണ്ടും അടുത്ത ഒക്ടോബർ നവംബറിൽ വർദ്ധിക്കും. അപ്പോൾ ഇത്തരം പാറ്റേണിൽ സോറിയാസിസ് വർദ്ധിക്കുന്നവരിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് മുൻപ് തന്നെ പ്രതിരോധ നടപടികളിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ആ വർധനവിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഇവരുടെ ശരീരത്തിൽ നമുക്കറിയാം ഓൾറെഡി അസിഡിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഇവർ കുടിക്കുന്ന വെള്ളത്തിനെ ഈ ആൽക്കലൈൻ നേച്ചറിലേക്ക് മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെയൊക്കെ ആൽക്കലൈൻ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ സോറിയാസിസ് വർദ്ധിക്കുന്ന മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച്, ആ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് സോറിയാസിസ് വർദ്ധിക്കുന്നത്. അത് പൊതുവേ സംഭവിക്കുക ഈ തണുപ്പിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഫെബ്രുവരി മാർച്ചിൽ വരുന്ന സൂര്യരശ്മികൾ, സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ നമുക്കറിയാം സൈനസൈറ്റിസ് ഉള്ളവർക്കൊക്കെ തലവേദനകൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുമ്പോൾ ആ തലയിലുള്ള സൈനസുകളിൽ നിറഞ്ഞിരിക്കുന്ന കഫം ഉരുകാനായിട്ട് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ അടിയിലുള്ള കഫം ഉരുകാനായിട്ട് ആരംഭിക്കുമ്പോൾ അത്തരം കൂട്ടർക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് വർദ്ധിക്കുക, അല്ലെങ്കിൽ വേനൽക്കാലത്താണ് ഈ തരത്തിലുള്ള ചൊറിച്ചിലുകൾ ആരംഭിക്കുക. അപ്പോൾ അവരുടെ ശരീരം പൊതുവെ ഒരു ഇത്തരത്തിൽ കഫവൃദ്ധിയുള്ള ശരീരങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന് മുൻപ് തന്നെ ഇൻറ്റേർണൽ ഉള്ളിലേക്കും പുറത്തേക്കും മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരക്കാർക്ക് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വർദ്ധിക്കുന്ന സോറിയാസിസിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ അടുത്തൊരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ കാനഡയിൽ നിന്ന് വന്നൊരു രോഗിയാണ്. ഈ വ്യക്തിക്ക് കാനഡയിൽ പോയതിന് ശേഷമാണ് സോറിയാസിസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചത്. അതിൻ്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലായത് കാനഡയിൽ അവർക്ക് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പ് ഉള്ളപ്പോൾ ഇവർ പൊതുവെ സ്വെറ്ററൊന്നും ഉപയോഗിക്കാറുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ തിളച്ച വെള്ളം തലയിലൂടെയും ശരീരത്തിലൂടെയും ഒഴിച്ച് തണുപ്പിനെ അകറ്റാനായിട്ട് ശ്രമിക്കുന്നു. ഇത് സ്കിന്നിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നൊരു കാര്യമാണ്. അതായത് ഭയങ്കര തണുപ്പിൽ നിന്നും വന്ന് ഭയങ്കര ചൂടിലേക്ക് സ്കിന്നിലേക്ക് എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞതായിരുന്നു ആ വ്യക്തിയുടെ സോറിയാസിസിൻ്റെ വർധനവിന് കാരണമായത്. അപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തിലും ബാധകമാണ്. നമ്മൾ വളരെയധികം തണുത്തൊരു എസിയിൽ നിന്നും വളരെ പെട്ടെന്ന് ചൂടിലേക്ക് മാറുമ്പോൾ സ്കിന്നിൽ പ്രത്യേകതരം കെമിക്കൽ ചേഞ്ചസ് വരികയും അത് സോറിയാസിസ് പോലെയുള്ള രോഗത്തിലേക്ക് വഴിവെക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ട്, അതായത് ശരീരം ചൂടാണോ പൊതുവെ എപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും അതായത് ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ അസിഡിറ്റി ഉള്ള വ്യക്തികളാണോ എങ്കിൽ അത്തരക്കാർക്ക് വളരെ പെട്ടെന്ന് ഈ അലർജിക് ടൈപ്പ് അല്ലെങ്കിൽ അസിഡിറ്റി ടൈപ്പ് മൂലമുണ്ടാകുന്ന സോറിയാസിസും, ഭക്ഷണം എന്ത് കഴിച്ചാലും ഗ്യാസ് ഉണ്ടാകും, അതായത് ഭക്ഷണം ദഹിക്കാൻ പറ്റാത്ത വ്യക്തികളിൽ വരുന്ന സോറിയാസുകാർക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്നത് ഏത് സമയത്തും നമുക്ക് സംഭവിക്കാവുന്നത്. പിന്നെ മറ്റൊരു സോറിയാസിസ് എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്ക് മാതിരി ഒരു ബന്ധമില്ലാത്തതാണ്, മാനസിക സംഘർഷം മൂലം. എനിവേ മാനസിക സംഘർഷം കൊണ്ടും നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി തന്നെയാണ് വർദ്ധിക്കുന്നത്. അത്തരക്കാർക്ക് ഒക്ടോബർ നവംബർ തന്നെയാണ് ആ ഒരു സോറിയാസിസ് വർദ്ധിക്കാനായിട്ട് ഒക്കെ കാരണമാകുന്നത്. അപ്പോൾ മാനസിക സംഘർഷമാണെങ്കിൽ അതിനുള്ള മരുന്നുകളും നമ്മൾ ഒപ്പം ആരംഭിക്കേണ്ടതായിട്ട് വരും.